ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, സ്വാഭാവികമായും ഒരു അസ്വാഭാവിക സംഭവമായി ഇതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ വിവരശേഖരണം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലാ കളക്ടറോട് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജോലി സമ്മർദ്ദം എന്ന കുടുംബത്തിന്റെ ആരോപണം, അതിലാണ് ഇക്കാര്യത്തിൽ നിലവിലിപ്പോൾ ഈ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ SIR-മായി ബന്ധപ്പെട്ട അധിക ജോലി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും. ഈ ഡിസംബർ 4-നകം ഫോം തിരികെ വാങ്ങി നൽകാനാണ് BLO-മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതിന്റെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ പയ്യന്നൂരിലെ സംഭവത്തിൽ, പയ്യന്നൂരിലെ BLO-യുടെ ആത്മഹത്യയിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നേടിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എന്നാൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താം എന്നുള്ളതും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിന്റെ വിവരങ്ങൾ അലക്സ് നൽകുന്നുണ്ട്. അത് SIR-മായി ബന്ധപ്പെട്ട ഇന്നലത്തെ കണക്കാണ്. 6 മണിയോടെ, ഇന്നലെ വൈകിട്ട് 6 മണിയോടെ 2.5 കോടിയിലധികം വോട്ടേഴ്സിന്റെ കയ്യിൽ എന്യൂമറേഷൻ ഫോം എത്തി എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു ഖേൽക്കർ അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 2,51,82,253 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. അതായത് ആകെ 90% കൂടുതൽ. ഇത് കൃത്യമായ കണക്കല്ല. എല്ലാ BLO-മാരും മുഴുവൻ ഡേറ്റയും അപ്ലോഡ് ചെയ്തിട്ടില്ല. യഥാർത്ഥ കണക്ക് അതിലും കൂടുതലാണ് എന്നാണ് ഇന്നലെ SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് ഇത് അതിവേഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെ അതിവേഗത്തിൽ നടക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നിടത്താണ് ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.